നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും സെറോദയുടെ ഒഫീഷ്യൽ പേജ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാൻ കാർഡിലെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് ചൂസ് യുവർ അഡ്രസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ആസ് പെർ KYC രജിസ്റ്റേർഡ് റെക്കോർഡ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ആധാർ KYC ആണ്. നമ്മുടെ കണ്ടിന്യൂ ടു ഡിജിലോക്കർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം തൊട്ട് താഴെ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ 6 ഡിജിറ്റ് ഡിജിലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ ഈ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ ഫോർവേഡ് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഡിജിലോക്കറിൽ നിന്ന് ആധാർ കാർഡ് പാൻ കാർഡ് ഡീറ്റെയിൽസ് എടുത്തോട്ടെ എന്ന്. അതിന് സമ്മതമായിട്ട് നമ്മൾ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി സെറോദയ്ക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, അതുപോലെ തന്നെ എന്താണ് ആനുവൽ ഇൻകം, ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മുടെ ജോലി എന്താണ്, അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അറിയ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പക്ഷെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ടൊരു ചെക്ക് ബോക്സ് കാണാം. അത് സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത വെബ്ക്യാം വെരിഫിക്കേഷൻ ആണ്. നമ്മൾ ഈ ഇവിടെ കാണുന്ന നമ്പർ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി അതും നമ്മുടെ ഫേസും കാണത്തക്ക രീതിയിൽ ഒരു സെൽഫി എടുത്ത് ക്യാപ്ചർ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അടുത്ത നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. നമുക്ക് ഇൻകം പ്രൂഫ് ഓപ്ഷണൽ ആണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഇൻകം പ്രൂഫിന്റെ ആവശ്യം വരുന്നത്. അതുപോലെ നമുക്ക് സിഗ്നേച്ചർ, നമുക്ക് നേരത്തെ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അത് ഈ കറണ്ട് ടൈമിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ടൈം തന്നെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമുക്ക് ആഡ് നോമിനി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോമിനി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോ സ്കിപ്പ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിന് ശേഷമാണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ നോ സ്കിപ്പ് ദിസ് എന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് E-സൈൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 3 ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഫോൺ നമ്പറിലോട്ട് ആധാറുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം വെരിഫൈ ആൻഡ് സൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ്, സെറോദയുടെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം സെറോദയുടെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.